ടു ലൈഫ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ മെറ്റബോളിസം എന്താണെന്നുള്ള കാര്യം പഠിച്ചു അല്ലെ. മെറ്റബോളിസം, ആനബോളിസം, കാറ്റബോളിസം ഒക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെടിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കി, മെറ്റബോളിസം നടക്കാനായിട്ട്, മെറ്റബോളിസം എന്ന് വെച്ചാൽ അറിയാലോ, ഒരു ചെടി അല്ലെങ്കിൽ ഒരു മൃഗം അതിന് ജീവനുണ്ടെന്ന് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലെ, റെസ്പിറേഷൻ ആയിക്കോട്ടെ, സെല്ലുലാർ റെസ്പിറേഷൻ ആയിക്കോട്ടെ, ഫോട്ടോസിന്തസിസ് ആയിക്കോട്ടെ, ഇതൊക്കെ മെറ്റബോളിസത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നടത്തണമെങ്കിൽ ചെടികൾക്ക് വേണ്ട ഒരു സാധനം, അല്ലെങ്കിൽ ആർക്കായാലും മനുഷ്യർക്ക് വേണ്ട സാധനമാണെന്ത്, അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് വേണ്ട സാധനമാണെന്ത്, ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജീവജാലങ്ങളിലെ ഈ ചെടികളെന്നും മൃഗങ്ങളെന്നും തിരിക്കാം, ആനിമൽസും പ്ലാന്റ്സും. ഈ ആനിമൽസിനും പ്ലാന്റ്സിനും ഈ ന്യൂട്രീഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ മനുഷ്യന്മാരെന്ന് പറയുന്നത് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരാണ്. മനുഷ്യന്മാർ ഉൾപ്പെടുന്നതാണല്ലോ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മൃഗങ്ങൾ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ചെടികൾ എന്ന് പറയുന്ന രണ്ട് കൂട്ടരെടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ആനിമൽസ് എന്ന് പറയുന്നത് സ്വന്തമായി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല, എന്നാൽ പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർ എന്ത് വിളിക്കുന്നത്, പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ പറയുന്ന ചെടി ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് സ്വയം പ്രിപ്പയർ ചെയ്തെടുക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ മൃഗങ്ങളാണെങ്കിലോ ഈ പറയുന്ന ചെടികളെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ ഭക്ഷിച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നത് പറയും, നമ്മൾ അതിനെ ഹെട്രോട്രോഫ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് എന്ന് ചോദിച്ചാൽ അനിമൽസിന്റെ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവര് മറ്റ് ചെടികളെയോ മറ്റ് മൃഗങ്ങളിൽ നിന്നോ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ന്യൂട്രിയൻസ് എടുക്കും. നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഹെട്രോട്രോഫ്സ് എന്നാണ്, സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർ. എന്നാൽ ചെടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന പേര് ഓട്ടോട്രോഫ്സ് എന്നാണ്. അവർ സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യും, അത് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയും. എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ. അപ്പോൾ നമ്മളിത് പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതാണ് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രീൻ പ്ലാന്റ്സ് അവർക്ക് ആവശ്യമായ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. എങ്ങനെയാണ്? ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് അവിടെ ആവശ്യമാണ്. വേറെ എന്തൊക്കെ വേണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലകളിൽ ഇലകളിലാണ് ക്ലോറോഫിൽ ഉള്ളത്. അപ്പോൾ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കാൻ എന്ത് വേണം? അവിടെ പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്, സൺലൈറ്റ്, സൂര്യപ്രകാശം വേണം. വേറെ എന്ത് വേണം? ചെടികൾക്ക് എന്ത് വേണം? വെള്ളം വേണം അല്ലേ. അപ്പോൾ വെള്ളം വേണം. ഇനി അതല്ലാതെ മറ്റൊരു സാധനം കൂടെ വേണമല്ലോ. എന്തുവാണ്? ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ചെടികൾ വലിച്ചെടുക്കുന്ന ഒരു ഗ്യാസ് ഉണ്ടല്ലോ. എന്താണത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ വാട്ടറിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അല്ലെങ്കിൽ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചുകൊണ്ട് ചെടികളിലെ ഇലകളിലെ ക്ലോറോഫില്ലിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് നിങ്ങൾ ചെറിയ 4ലും 5ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഫോട്ടോസിന്തസിസ് ഒന്ന് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാൻ പോകും. അപ്പോൾ എവിടെയാ ചെടികളിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്ന? എവിടെയാണ്? ഇലകളിൽ. ആ ഇലയാണ് ഈ കാണുന്നത്. ആ ഇല ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും, പുറത്തായിട്ട് എപ്പിഡെർമൽ സെല്ലുകൾ ഉണ്ടാവും, മുകളിലും താഴെയും. കണ്ടോ? ഉണ്ട്. ഇതിനിടയ്ക്കായിട്ട് മീസോഫിൽ സെല്ലുകളുണ്ട്. ഇതിനകത്ത് ഇവിടെ കാണുന്ന ഇവരാണ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ്. പച്ച നിറത്തിൽ കാണുന്ന കണ്ടോ ക്ലോറോപ്ലാസ്റ്റുകൾ? പച്ച നിറത്തിൽ കാണുന്ന കണ്ടോ? ഇതാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ? ഗ്രീൻ കളറിൽ ഡോട്ടഡ് ആയിട്ട് കാണുന്ന പച്ച നിറത്തിൽ കാണുന്ന സാധനമാണ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ സെല്ലുകൾക്കകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ചെടികളിൽ മാത്രമേ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളൂ അല്ലെ. ഒരു സെല്ലിനകത്ത് അല്ലെങ്കിൽ ചെടികളുടെ സെല്ലിനകത്ത് കാണുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റ് കേട്ടിട്ടുണ്ടാവും അല്ലേ. ക്ലോറോഫിൽ, മീസോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട, അത്രയൊന്നും കേട്ടിട്ടില്ലെങ്കിൽ വേണ്ട. സംഭവം ഇത്രയേ ഉള്ളൂ. ചെടികളിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ചെടികളുടെ സെല്ലിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റ് ആണ് നമ്മൾ എങ്ങനെ അതിനെപ്പറ്റി വിശദമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നോക്കാം. അപ്പോൾ ഒരു ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബബിള് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്ലോറോപ്ലാസ്റ്റ് എന്നൊരു കഷ്ണം നമ്മൾ മുറിച്ച് മാറ്റിയാൽ നമ്മൾ അകത്ത് എന്ത് കാണും? അകത്ത് ആദ്യം കാണുന്നത് ഒരു സെമി ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു വസ്തുവാണ്. അതിൻ്റെ പേര് സ്ട്രോമ എന്നാണ്. അതിൻ്റെ പേരെന്താണ്? സ്ട്രോമ എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഈ ഒരു മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ ഒരു സ്പേസ് ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടുണ്ട്. അതിൻ്റെ പേരാണ് സ്ട്രോമ. ആ സ്ട്രോമയിലൂടെ നമ്മൾ നോക്കി പോകുമ്പോൾ ഇങ്ങനെ പച്ച നിറത്തിലായിട്ട് ഇങ്ങനെ സാക്ക് പോലെയുള്ള വസ്തുക്കൾ ഉണ്ടാവും.
ഇതിൽ ഞാൻ ഈ വരയ്ക്കുന്ന ഓരോ ലൈനുകളും ഒരാളാണ്. ഈ ലൈനിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? തൈലക്കോയിഡ് സെൽസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? തൈലക്കോയിഡ് സെൽസ് എന്ന് പറയുന്നത്. ഈ തൈലക്കോയിഡ് സെൽസിന്റെ ഈ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന. അപ്പോൾ ഇതാണ് ഗ്രാന. എന്താണ്? ഗ്രാന. ഈ ഗ്രാനയിൽ കാണുന്ന ഈ ഓരോ വരകളുണ്ടല്ലോ, ഒരു ഡിസ്ക് പോലെ ഇരിക്കുന്ന വരകൾ, അതിനെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ് സെൽസ്. അങ്ങനെയുള്ള രണ്ട് ഗ്രാനകളെ പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്ന ആളുണ്ട്. അവന്റെ പേരാണ് എന്ത്? സ്ട്രോമ ലാമെല്ല. ഇതാ കണ്ടു, സ്ട്രോമ ലാമെല്ല. കേട്ടോ, താഴെ കൂടെ പോകുന്നു. ഒരു ഫാക്ടറിയുടെ ഒക്കെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് പോലെ നമുക്ക് തോന്നുന്നില്ലേ? ഇവിടെയും ഉൽപാദനമാണ് നടക്കുന്നത്. ഇവിടെയാണ് ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള നമ്മുടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സ്റ്റാർച്ച് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കിയാലോ. അപ്പോൾ ആരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കണം. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ട പ്രധാന കമ്പോണന്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ക്ലോറോഫില്ല് വേണം. ഈ ക്ലോറോഫിൽ എവിടെയായിരിക്കുന്നത്? ഈ ക്ലോറോഫിൽ ഇരിക്കുന്നത് ചെടികളുടെ ഇലയിലാണ്. ഇലയിൽ എവിടെയാണ്? ഇലയിലാണ് ക്ലോറോഫിൽ ഇരിക്കുന്നത്. ഇലയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ക്ലോറോപ്ലാസ്റ്റില്. ഇലയിലെ ക്ലോറോപ്ലാസ്റ്റിലാണ് ഇരിക്കുന്നത്. സൂര്യപ്രകാശമാണ് എനർജി കൊടുക്കുന്നത്. ചെടിക്ക് അപ്പോൾ ഊർജ്ജം കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. ആവശ്യമായിട്ടുള്ള കമ്പോണന്റുകൾ കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും വാട്ടറിൽ നിന്നും. അങ്ങനെയുള്ളൊരു ക്ലോറോപ്ലാസ്റ്റ് നോക്കാനായിട്ട് കാണാൻ എന്താ ഇതുപോലെ ഇരിക്കും. അതിന് 2 ലെയറുകളാണുള്ളത്. എത്ര ലെയറുണ്ട്? 2 ലെയറുണ്ട്. 2 ലെയർ, ഒരു ഔട്ടർ ലെയറും ഉണ്ട്, ഒരു ഇന്നർ ലെയറും ഉണ്ട്. രണ്ടും പെർമിയബിൾ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? അങ്ങനെയുള്ളതിനകത്ത് ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ തൽക്കാലത്തേക്ക് കരുതി വയ്ക്കുക. ഒരു ഫ്ലൂയിഡ് പോലത്തെ ഒരു സാധനം ഇതിനകത്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആ ഫ്ലൂയിഡിന്റെ പേരാണ് എന്താ? സ്ട്രോമ. ആ ഫ്ലൂയിഡിന്റെ പേരാണ് എന്താ? സ്ട്രോമ. ആ സ്ട്രോമയ്ക്കകത്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഡിസ്ക് ഷേപ്പിലുള്ള എന്തോ സാധനങ്ങൾ അടുക്കി വെച്ചേക്കുന്നു. ആ ഡിസ്ക് ഷേപ്പിൽ എടുക്കുന്ന സാധനങ്ങളുടെ പേര് തൈലക്കോയിഡ്. അങ്ങനെ ചേർന്നുണ്ടാകുന്ന ഈ പറയുന്ന സ്റ്റാക്കിന്റെ പേര് ഗ്രാന. ഗ്രാന. ഈ ഗ്രാന ലാമെല്ല എന്ത് ചെയ്യും? സ്ട്രോമ ലാമെല്ല എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പല പല ഗ്രാനകളെ പരസ്പരം എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫാക്ടറി പോലെയായി, ഒരു ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് പോലെയായി. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് നോക്കിയാൽ നിങ്ങൾ പറയും ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത്, അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡബിൾ ലെയേർഡ് മെമ്പറൈനാണ്. അതിലൊരു ഔട്ടർ മെമ്പറൈനും ഉണ്ട്, ഒരു ഇന്നർ മെമ്പറൈനും ഉണ്ട്. അതിനകത്ത് ഒരു ലിക്വിഡ് പാർട്ട് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. ഈ സ്ട്രോമയ്ക്കകത്ത് നമുക്ക് കാണുന്ന ഒന്നാണ് ഗ്രാന. ഈ ഗ്രാന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാക്കുകൾ അടുക്കി വെച്ചതുപോലെയാണ് ഇരിക്കുന്നത്. ആ സാക്കിന്റെ പേര് തൈലക്കോയിഡ്. ഈ സ്ട്രോമ ലാമെല്ല എന്ന് പറയുന്നത് ഗ്രാനകളെ പരസ്പരം കണക്ട് ചെയ്യും. ഇവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ്. സ്ട്രക്ചർ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്, പൊസിഷൻ ഓഫ് ദ ക്ലോറോഫില്ല്, തൈലക്കോയിഡ് നിങ്ങൾക്കറിയാം. ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഈ തൈലക്കോയിഡ് സെല്ലിനകത്ത് കാണും. ഇതിനകത്ത് എന്ത് കാണും? ഈ പറയുന്ന ക്ലോറോഫില്ല് കാണും. ആ ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ് എന്ത് നടക്കുന്നത്? ഈ കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നത്. അങ്ങനെ ഫോട്ടോസിന്തസിസിലോട്ട് നമ്മൾ പോകുക. വന്ന് ഫോട്ടോസിന്തസിസ്. ഇവിടെ 2 ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഫോട്ടോസിന്തസിസ് നടക്കാൻ നമുക്ക് സൂര്യപ്രകാശം വേണം. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. എത്ര ഘട്ടങ്ങളിലായിട്ടാണ്? 2 ഘട്ടം. അതിൽ ആദ്യത്തെ ഘട്ടത്തെ നമ്മൾ ലൈറ്റ് ഫേസ് എന്ന് വിളിക്കുന്നു. പ്രകാശത്തിന്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ. രണ്ടാമത്തെ ഘടകത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഫേസിൽ നമ്മൾ ഡാർക്ക് ഫേസ് എന്ന് വിളിക്കുന്നു. അത് പ്രകാശമില്ലാതെ ഇരുട്ടിൽ നടക്കുന്ന സംഭവം. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. ലൈറ്റ് ഫേസിലും ഡാർക്ക് ഫേസിലും. ലൈറ്റ് ഫേസിലും ഡാർക്ക് ഫേസിലും. ലൈറ്റ് ഫേസിൽ നിന്ന് വരുമ്പോൾ സൂര്യപ്രകാശം വേണം. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇലകളിൽ സൂര്യപ്രകാശം വന്ന് വീഴുന്നു. ഇലകളിൽ സെല്ലിൽ ക്ലോറോഫില്ല് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, ഈ ഉണ്ടയുടെ പേര് ക്ലോറോപ്ലാസ്റ്റ്, അതിനകത്തിരിക്കുന്ന വർണ്ണവസ്തുവിന്റെ പേര് ക്ലോറോഫില്ല്. അപ്പോൾ ഈ ക്ലോറോഫില്ലിൽ സൂര്യപ്രകാശം വന്ന് അടിക്കും. അപ്പോൾ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ട ഘടകങ്ങളിൽ നിങ്ങൾ ഒന്നാമത്തെ ഘടകമായിട്ട് സൺലൈറ്റിനെ ഉൾപ്പെടുത്താം. രണ്ടാമതായിട്ട് നമുക്ക് ആരെ ഉൾപ്പെടുത്താം? ക്ലോറോഫില്ലിനെ ഉൾപ്പെടുത്താം. മൂന്നാമത് വേണ്ടതാണ് വാട്ടർ. നാലാമത് വേണ്ടതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അതിൽ സൺലൈറ്റ് ഇതായി എത്തി, ചെടികളിൽ റൂട്ടിൽ നിന്ന് വെള്ളം എത്തി. വെള്ളം എവിടെ എത്തി? ചെടികളിലോട്ട് എത്തി. ആ ചെടികളിലോട്ടുള്ള വെള്ളം എവിടെ എത്തും? ഈ പറയുന്ന ഗ്രാനയിലെത്തും. സൂര്യപ്രകാശം ഗ്രാനയിലടിക്കും. ഇവിടെ വെച്ചൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഈ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് വെള്ളം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്? H2O. ഈ വെള്ളം ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രോജനും ഓക്സിജനുമായിട്ട് മാറും. ചെടിക്ക് ഓക്സിജൻ വേണ്ട. ഈ ഓക്സിജൻ അപ്പം തന്നെ പുറത്തോട്ട് കളയും. ഇത് ഇതുവഴി പുറത്തോട്ട് പോകും. നമ്മുടെ ചെടികളിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു ഓപ്പണിംഗ് കണ്ടോ? ഈ ഓപ്പണിങ്ങിന്റെ പേരല്ലേ സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റ വഴി എന്ത് ചെയ്യും? ഈ പറയുന്ന ഓക്സിജൻ ഈ സ്റ്റൊമാറ്റ വഴി പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടുന്നു എന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതിന്റെ കാരണം ഇതാണ്. അപ്പോൾ ചെടിയിൽ
ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോഫില്ലിലാണ്. 2 ഫേസിലാണ് അത് നടക്കുന്നത്. ഒന്ന് ലൈറ്റ് ഫേസിലും മറ്റൊന്ന് ഡാർക്ക് ഫേസിലുമാണ്. അപ്പോൾ ലൈറ്റ് ഫേസിൽ ലൈറ്റായ സൺലൈറ്റ് വന്നു, ചെടിയുടെ റൂട്ടിൽ നിന്നുള്ള വെള്ളം ചെടിയിലേക്ക് എത്തി. അതെവിടെ എത്തി? ഗ്രാനയിൽ എത്തി. അപ്പോൾ സൂര്യപ്രകാശവും വെള്ളവും കൂടെ അവിടെ കൂടിച്ചേർന്ന് വെള്ളം ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ഓക്സിജൻ വേണ്ടാത്തതുകൊണ്ട് അപ്പം തന്നെ പുറത്ത് കളയുന്നു. ഈ ഹൈഡ്രജൻ ഈ പറയുന്ന ആളുടെ അടുത്ത് നിന്ന് പുറത്തോട്ട് ആയിട്ടുള്ള നമ്മുടെ സ്ട്രോമയിലേക്ക് പോകുന്നു. ഹൈഡ്രജൻ എങ്ങോട്ട് പോകുന്നു? സ്ട്രോമയിലേക്ക് പോകുന്നു. ലൈറ്റ് ഫേസ് ഇത്രയും കഴിയുമ്പോഴത്തേക്ക് പ്രകാശം ആവശ്യമുള്ള ഭാഗം കഴിയും. ഇനി പ്രകാശം ഇല്ലാത്ത സ്ഥലത്ത് നടക്കുന്ന അല്ലെങ്കിൽ പ്രകാശം ഇല്ലാതെ നടക്കുന്ന സമയം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന അടുത്ത ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ചെടിയിലേക്ക് എത്തിക്കുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് വലിച്ചെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനുമായിട്ട് കൂടി ചേരും. അവിടെ തന്നെ എന്തുണ്ട്? ATP. എന്താണ് ATP? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ഇതാണ് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന് പറയും. എനർജി കറൻസി എന്നൊക്കെ പറയും. ഊർജ്ജം വേണ്ട എന്ത് നടക്കാനും. ഈ ഊർജ്ജമായ ATPയുടെ പ്രസൻസിൽ ഇരുട്ടത്തിൽ ഡാർക്കിൽ വെച്ചിട്ട് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകും. ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർത്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകും. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ലൈറ്റ് ഫേസ് ഒന്ന് വായിച്ചു നോക്കിയാലോ. ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്, സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിൽ. വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ഓക്സിജൻ അപ്പം തന്നെ പുറന്തള്ളുന്നു. പിന്നെ എന്ത് പറ്റുന്നു? ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തും. ATP ദ എനർജി മോളിക്യൂൾ ഈസ് ഫോം. അങ്ങനെ അവിടെ വെച്ച് ATP എന്ന എനർജി മോളിക്യൂൾ ഫോം ചെയ്യും. അടുത്ത ഫേസ് ഡാർക്ക് ഫേസ് ആണ്. നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഗ്രാനയിലാണോ സ്ട്രോമയിലാണോ? സ്ട്രോമയിലാണ് അല്ലെ. ഇവിടെ എന്തില്ല? ഗ്രാനയില്ല. കണ്ടോ, ഈ ലിക്വിഡ് പാർട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ എവിടെയാണ് നടക്കുന്നത്? ലൈറ്റ് ഫേസ് ഗ്രാനയിൽ, ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിൽ. 1 വേർഡ് ചോദിക്കാം. ലൈറ്റ് ഉപയോഗിക്കുന്നില്ല. ഈ നേരത്തെ ഉണ്ടായ ഹൈഡ്രജനും ATP എന്ന ഊർജ്ജവും കൂടെ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് ചേർന്നിട്ട് ഇത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഇതായിട്ട് മാറുന്നു, ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഈ പറഞ്ഞ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ചെടിയുടെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് 2 ഘടകങ്ങൾ, 2 സ്റ്റെപ്പിലായിട്ടാണ്. ഒന്ന് ലൈറ്റ് ഫേസും മറ്റൊന്ന് ഡാർക്ക് ഫേസും. ലൈറ്റ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം ആവശ്യമുള്ള ഫേസ്. നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയിലാണ്. ഗ്രാനയിലെ ക്ലോറോപ്ലാസ്റ്റിൽ ഈ പറയുന്ന സൺലൈറ്റിൻ്റെയും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന വാട്ടറിൻ്റെയും പ്രസൻസിൽ വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ആ ഓക്സിജൻ മോളിക്യൂളിന് അപ്പം തന്നെ റിലീസ് ചെയ്യുന്നു. ഹൈഡ്രജൻ എങ്ങോട്ട് പോകുന്നു? സ്ട്രോമ ഫ്ലൂയിഡിലോട്ട് പോകുന്നു. അങ്ങനെ അവിടെ ATP ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അവിടെ എനർജി ഉണ്ടാകുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഡാർക്ക് ഫേസിൽ എന്ത് നടക്കുന്നു? ഡാർക്ക് ഫേസിൽ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് സ്ട്രോമയിലാണ് നടക്കുന്നത്. എവിടെ വെച്ച് നടക്കുന്നു എന്ന് ചോദിക്കാം. സ്ട്രോമയിലാണ്. നേരത്തെ വന്ന ഹൈഡ്രജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നുള്ള കാർബണും കൂടി ചേർന്നിട്ട് അവിടെ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. അതിനുള്ള ഊർജം ATP കൊടുക്കും. അപ്പോൾ വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ആണല്ലോ എടുക്കുന്നത്. സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിൽ ക്ലോറോഫില്ലിൽ വെച്ച് ലൈറ്റ് ഡാർക്ക് ഫേസുകൾ നടക്കുന്നതിലൂടെ ഗ്ലൂക്കോസും ഓക്സിജനും റിലീസ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഫോട്ടോസിന്തസിന്റെ കെമിക്കൽ റിയാക്ഷൻ. എഴുതാൻ അറിഞ്ഞിരിക്കണം. സെറ്റ് അല്ലേ? അപ്പോൾ നോക്കിയേ, പ്ലേസ് വെയർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ലൈറ്റ് ഫേസ് നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയിലാണ്. ഡാർക്ക് നടക്കുന്നത് സ്ട്രോമയിലാണ്. റിയാക്ഷൻ എന്താണ്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് പ്രോഡക്റ്റ്? ഹൈഡ്രജൻ ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രോമയിൽ വെച്ചിട്ട് ATPയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓക്സിജൻ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡാർക്ക് ഫേസിൽ എന്ത് നടക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും അതുപോലെ തന്നെ ഈ ATPയുടെയും പ്രസൻസിൽ ഗ്ലൂക്കോസ് ഉണ്ടാകും. അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് എന്ത്? ഗ്ലൂക്കോസ്. ഞാനിവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? പ്ലേസ് വെയർ നടക്കുന്നത്, ലൈറ്റ് ഫേസ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഗ്രാനയിലെ തൈലക്കോയിഡ് സെല്ലിൽ. ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമ എന്ന ലിക്വിഡ് പാർട്ടിൽ. ലൈറ്റ് എനർജിയെ ട്രാപ്പ് ചെയ്തുകൊണ്ട് വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ATP ഉണ്ടാകുന്നു. ഈ പറയുന്ന ATP NADPH ഒന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അതങ്ങ് വെട്ടിക്കളയും. അപ്പോൾ ATPയും ഓക്സിജനും പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകും. ഡാർക്ക് ഫേസിലാണെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഹൈഡ്രജനോടൊപ്പം ചേർന്നിട്ട് ATP ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അവിടെയും NADPH അങ്ങ് വെട്ടിയേക്ക്. ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ഗ്ലൂക്കോസ്. സെറ്റ് അല്ലേ? ഈ ഇല്ലസ്ട്രേഷൻ എഴുതാൻ നിങ്ങളോട് ഇനി പറ്റത്തില്ലേ? നീ ഓൾറെഡി കാണിച്ചു തന്നു. ഏതാണത്?
ഇത് H2Oയും വാട്ടർ എന്ന് പറയുന്ന CO2വും സൺലൈറ്റിൻ്റെയും ക്ലോറോഫില്ലിൻ്റെയും പ്രസൻസിൽ എന്തൊക്കെയായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് C6H12O6 അല്ലെങ്കിൽ C12H22O11 അല്ലെങ്കിൽ മര്യാദയ്ക്ക് എന്തെന്ന് എഴുതിയാലും മതി, ഗ്ലൂക്കോസ് എന്ന് എഴുതിയാലും മതി. പ്ലസ് എന്തുണ്ടാകുന്നു? പ്ലസ് ഓക്സിജൻ ഉണ്ടാകുന്നു. ഈ ഓക്സിജൻ അവിടെ നിൽക്കുന്നില്ല, പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ചെടിക്ക് ന്യൂട്രിയൻസ് കിട്ടും. അങ്ങനെയാണ് ചെടി എന്ത് ചെയ്യുന്നത്? ആഹാരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആഹാരമാകുന്ന ഗ്ലൂക്കോസ് അങ്ങനെ തന്നെ ചെടിയിലിരുന്ന ശരിയാവത്തില്ല. അതപ്പം തന്നെ എന്തായിട്ട് മാറ്റും? സ്റ്റാർച്ചായിട്ട് മാറും. എന്തായിട്ട് മാറും? സ്റ്റാർച്ചായിട്ട് മാറും. മറ്റൊന്നും കൊണ്ടല്ല. ഗ്ലൂക്കോസ് നിങ്ങൾ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടോ? പെട്ടെന്ന് അലിഞ്ഞു പോകത്തില്ലേ? ഇവിടെ അത് തന്നെ അവസ്ഥ. ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതുകൊണ്ട് ചെടിക്ക് അപ്പം ഉപയോഗിക്കാനല്ലല്ലോ, പിന്നെ എന്തൊക്കെ വേണ്ടേ? അപ്പോൾ എന്ത് പറ്റും? ചെടി ഈ പറയുന്ന ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചാക്കി മാറ്റും. ഈ സ്റ്റാർച്ച് ചെടിയിലെ പല സെല്ലുകളിലേക്ക് പോയിട്ട് പലതരം മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നതിലൂടെ ഈ സ്റ്റാർച്ച് പല പല പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം നോക്കിയാൽ നമ്മുടെ നെല്ല്, അതുപോലെ നമ്മുടെ മരച്ചിനി, ഇതിലൊക്കെ ഈ സ്റ്റാർച്ച് നമുക്ക് അതുപോലെ കിട്ടും. എന്നാൽ ഇതേ സ്റ്റാർച്ച് കരിമ്പിൽ കിട്ടുമ്പോൾ അത് സുക്രോസിന്റെ ഫോമായിട്ട് മാറും. ഇതേ ഈ പറയുന്ന സ്റ്റാർച്ച് പഴങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത് ഫ്രക്ടോസ് ആയിട്ടാണ്. തീരുന്നുണ്ടോ? ഇല്ല. ഈ പറയുന്ന അതേ സാധനം ഈ പറഞ്ഞ നമ്മുടെ വിത്തുകൾ, തേങ്ങ, സൂര്യകാന്തിയുടെ വിത്ത്, ഇതിലൊക്കെ കിട്ടുമ്പോൾ എന്താണത്? ഫാറ്റിന്റെ ഫോമിലാണ് അല്ലെ. ഇത് നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്ന, എണ്ണ ഉണ്ടാക്കുന്ന അല്ലെ, സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ, സെസമേ ഓയിൽ, കടുകെണ്ണ എന്നൊക്കെ പറയുന്ന സാധനം. അടുത്ത് ഇതേ സാധനം കടല, പരിപ്പ്, പയറിന്റെ ഫോമിൽ വരുമ്പോൾ നമുക്കത് പ്രോട്ടീനായിട്ട് മാറും. അതേ സ്റ്റാർച്ച് പല റിയാക്ഷനിലൂടെ മാറിയിട്ട് നമുക്ക് ഈ പറയുന്ന വെജിറ്റബിൾസിലൂടെയും ഫ്രൂട്ട്സിലൂടെയും വൈറ്റമിൻസ് ആയിട്ടും കിട്ടും. അപ്പോൾ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ്. അത് അപ്പോൾ തന്നെ സ്റ്റാർച്ചാക്കി മാറ്റുന്നു. ഈ സ്റ്റാർച്ച് സുക്രോസ് ആയിട്ട് മാറും. അപ്പോൾ ഇതെന്തൊക്കെയായിട്ട് മാറാം? ഇത് പ്രോട്ടീനായിട്ട് മാറാം, ഇത് ഫാറ്റായിട്ട് മാറാം, ഇത് സുക്രോസ് ആയിട്ട് മാറാം. അതുപോലെ ഇതിൽ സ്റ്റാർച്ചായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? വൈറ്റമിൻസ് ഉണ്ട്. പിന്നെ എന്താ വരുന്നത്? പ്രോട്ടീനായി, ഫാറ്റായി, സുക്രോസായി, ഫ്രക്ടോസ് അല്ലെ, പഴങ്ങളിലുള്ള ഫ്രക്ടോസ് ആയിട്ടും മാറും. അങ്ങനെ പലതരം ന്യൂട്രിയൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ന്യൂട്രിയൻസ് കിട്ടും. ഈ ന്യൂട്രിയൻസ് നമ്മൾ ചെടികൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നെങ്കിലും മനുഷ്യരതിനെ കഴിക്കുന്നു. അങ്ങനെ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെട്രോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ് ആദ്യം ചാപ്റ്റർ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെടികൾ എന്ത് ചെയ്യുന്നത്? ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഷുഗറിനെ അപ്പോൾ തന്നെ എന്തായിട്ട് മാറ്റും? ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആയിട്ട് മാറ്റുന്നു. ഈ പറയുന്നതാണ് പിന്നീട് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് സ്റ്റാർച്ച്, സുക്രോസ്, ഫ്രക്ടോസിന്റെ ഫോമിൽ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, വൈറ്റമിൻസ് ഒക്കെ ആയിട്ട് മാറും. മൃഗങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെയാണ് ആഹാരം കഴിക്കുന്നത്, ഫുഡ് ചെയിൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യം കണ്ടോ? ഹു ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ ആൻഡ് അതർ വാട്ടർ ബോഡീസ്? ഇതേപോലെ വെള്ളത്തിനടിയിൽ, കടലിനടിയിലും എന്തുണ്ട്? ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കടലിനടിയിൽ ചെടികളുണ്ടോ? ഉണ്ട്. ആ ചെടികൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? കടലിനടിയിലുള്ള ഈ പറയുന്ന പ്രൊഡ്യൂസർമാരെയാണ് നമ്മൾ ആൽഗേകളെന്നും ഫൈറ്റോ പ്ലാങ്ക്ടനുകളെന്നും വിളിക്കുന്നത്. ആൽഗേകളും ഫൈറ്റോ പ്ലാങ്ക്ടനുകളും. ആൽഗയെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ? ആൽഗേ ആർ ദ ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലുലാർ ഓർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. ആൽഗേ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗേ വിച്ച് ആർ പ്രോകാരിയോട്സ് ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ത്രൂ ഫോട്ടോസിന്തസിസ്. അപ്പോൾ വെള്ളത്തിൽ ഫോട്ടോസിന്തസിസ് നടത്തുന്ന ആൾക്കാരാണ് ആൽഗേകളും ഫൈറ്റോ പ്ലാങ്ക്ടനുകളും. ആൽഗേകളും ചാപ്റ്റർ തീർന്നത്, ഫൈറ്റോ പ്ലാങ്ക്ടൻ. അങ്ങനെ നമ്മുടെ ചെടി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി തരുന്നു. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാം. വാട്ട് ആർ ദ മെയിൻ സർവീസസ് ദാറ്റ് പ്ലാന്റ് പ്രൊവൈഡ് ടു ദ ലിവിംഗ് വേൾഡ്? ഒന്ന്, ഫുഡ് തരുന്നു, നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തരുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിച്ച് ഗ്ലോബൽ വാർമിംഗ് പോലുള്ള കാര്യങ്ങളെ കുറച്ചു തരുന്നു, നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്ററുകളെ പ്രിവെന്റ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് അറിയാവോ? നിങ്ങളിത് ഈ കണ്ടിട്ടുള്ള സാധനത്തിന് അറിയാവോ? ഇതിൻ്റെ പേരാണ് മാംഗ്രൂവ്സ്, കണ്ടൽ കാടുകൾ. ഒരു ഉദാഹരണം പറയുകയാണെ, നമ്മളെ ഈ പറയുന്ന ബാക്ക് വാട്ടേഴ്സ്, നമ്മളെ ഈ കായലുകൾ കടലുമായിട്ട് ചേരുന്ന സ്ഥലത്ത് ഉണ്ടാകുന്നതാണ് ഈ കണ്ടൽ കാടുകൾ. പിന്നെ കുറ്റിച്ചെടികൾ വെള്ളത്തിലോട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ കണ്ടൽ കാടുകൾ നമ്മൾ സുനാമി പോലെയുള്ള പ്രശ്നങ്ങളെ സഹായിക്കുന്നു, അത് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അത് നമുക്കിവിടെ പറയാൻ പറ്റും, ഡിസാസ്റ്റർ പ്രിവെന്റ് ചെയ്യുന്നു. മറ്റൊന്ന്, മണ്ണൊലിപ്പ് കണ്ടിട്ടുണ്ടോ? പല സ്ഥലങ്ങളിൽ ഈ കുന്നും മണ്ണും ഒക്കെ ഇടിഞ്ഞ് വീണ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇതൊക്കെ ഉണ്ടാകുന്നത് അവിടെയുള്ള മരങ്ങളെ മുറിച്ച് മാറ്റുന്നതുകൊണ്ടാണ്. ചരിഞ്ഞ പ്രദേശങ്ങളിൽ മരങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അത് മണ്ണിടിച്ചിലിനെ ഒഴിവാക്കും.
അത് മണ്ണൊലിപ്പ് തടയും, അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കും. മാത്രമല്ല ഈ ബയോഡൈവേഴ്സിറ്റി ഇത് ഇവിടെ പറയുന്നുണ്ട് കണ്ടോ, ഇത് ഒരുപാട് മീനുകൾക്ക് പ്രജനനം നടത്താനുള്ള സ്ഥലമാണ്. അപ്പോൾ ചെടികൾ, മീനുകൾ ഈ പറയുന്ന കടലിലും മറ്റുമൊക്കെ ജീവിക്കാൻ സഹായിക്കും. ബയോഡൈവേഴ്സിറ്റി ഇവിടെ പലതരം ചെടികൾ, പലതരം പ്രത്യേക തരത്തിൽ നമ്മൾ പുറത്ത് കാണാത്ത ജീവജാലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജൈവ വൈവിധ്യയുടെ ഒരു കലവറയാണ് ഇതെന്ന് പറയുന്നത്. ഇത് കോസ്റ്റൽ സോയിലിനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. സുനാമിയെ പ്രിവെന്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഉദാഹരണം. ഇനി ചെടി നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, നമ്മുടെ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ആർ ഓൾസോ അവൈലബിൾ. എന്ന് വെച്ചാൽ നമ്മൾ റബ്ബർ ലാറ്റക്സ് ചെടിയിൽ നിന്ന് കിട്ടുന്ന ഒന്നല്ലേ. ഈ റബ്ബർ ലാറ്റക്സ് വെച്ച് നമ്മൾ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നു. പലതരം മരുന്നുകൾ ചെടിയിൽ നിന്ന് കിട്ടുന്നില്ലേ. പല ബയോ പെസ്റ്റിസൈഡ്, നിങ്ങളുടെ അടുക്കള തോട്ടത്തിലൊക്കെ നമ്മൾ പല ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നില്ലേ. കോഫിയും ടീയും എന്ന് പറയുന്നത് നമ്മൾ ചായയും കാപ്പി ഇടുന്നു, അത് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സാധനമല്ലേ, തോട്ടങ്ങളായി നടത്തുന്നില്ലേ. സ്പൈസസ് ആഹാരത്തിന് ടേസ്റ്റ് കൂട്ടുന്നില്ലേ. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇത് നമുക്കൊരു വരുമാന മാർഗം കൂടെ അല്ലേ, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പോൾ അതാണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെടിക്ക് അങ്ങനത്തെ ഒരു ഗുണവും, ഇതാണ് ചെടികളെന്ന് പറയുന്നത്. ഇത് കല്ലിൽ പൊക്കൊടുങ്ങാൻ, ഈ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിന് സെമിനാറിൻ്റെ കാര്യം നിങ്ങൾ വായിച്ചത് അത്രേ ഉള്ളൂ. മനോഹരമായ ഒരു ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. സിമ്പിൾ ചാപ്റ്ററാണ്. ഇവിടുത്തെ മെയിൻ ചോദ്യം വരുന്ന ഫോട്ടോസിന്തസിസും അതുപോലെ ഈ ഭാഗങ്ങളിൽ നിന്നാണ്. നന്നായിട്ട് പഠിക്കുക. ഈ നോട്ട് ഞാൻ ഉടനെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.